മക്കളെ, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഗിടുക്കി എന്ന ലഘുകഥയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ഈ പോയിന്റുകൾ പഠിച്ചാൽ മാത്രം തന്നെ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡയറി ആവട്ടെ, പത്രമാവട്ടെ, പടുക്കഥയാവട്ടെ, എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് അതിലേക്ക് വേണ്ട സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും എല്ലാത്തിനും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഹോഷിയാർപുർ സേ ഷാദി കാ ബുലാവ ആയാത. ഹോഷിയാർപുരിൽ നിന്നും വിവാഹക്ഷണം വന്നു. എവിടെന്നാ വന്നത്? ഹോഷിയാർപുരിൽ നിന്നും. എന്താണ് വന്നത്? ഷാദിയുടെ ബുലാവ, അതായത് വിവാഹക്ഷണം വന്നു. ടെണ്ട് കാ മൗസം ത, തണുത്ത കാലാവസ്ഥയായിരുന്നു. അപ്പോൾ എങ്ങനെയുള്ള കാലാവസ്ഥയായിരുന്നു? തണുത്ത കാലാവസ്ഥയായിരുന്നു. പതി ബീബി और बच्चे ദില്ലി റെയിൽവേ സ്റ്റേഷൻ പഹുഞ്ച്. ഭർത്താവും ഭാര്യയും കുട്ടികളും ദില്ലി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവർ എവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്? ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അല്ലേ? എവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്? ദില്ലിയിൽ നിന്നും. എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത്? ഹോഷിയാർപൂരിലേക്കാണ് യാത്ര പോകുന്നത്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഷാദിയിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ജനറൽ കോച്ച് മേ യാത്ര ശുരു ഹുയി. ജനറൽ കോച്ച് മേ യാത്ര ശുരു ഹുയി. അവർ ഏതിലാണ് യാത്ര ആരംഭിച്ചത്? ജനറൽ കോച്ചിൽ. ഏതിലാണ്? ജനറൽ കോച്ചിലാണ് അവർ യാത്ര ശുരു ഹുയി, യാത്ര ആരംഭിച്ചത്. ബच्चे ഖിഡ്കി സേ ബാഹർ കാ നസാര ദേഖ്തേ രഹെ. ബच्चे കുട്ടികൾ, ഖിഡ്കീസെ ജനലിലൂടെ, ബാഹർക്ക പുറത്തുള്ള ദൃശ്യങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ കുട്ടികൾ ഏത് സീറ്റാണ് കരസ്ഥമാക്കിയത്? ഖിഡ്കിയിലെ ഖിഡ്കി. അപ്പോൾ കുട്ടികൾ എവിടെയാണ് ഇരിക്കുന്നത്? ജനലിനടുത്തുള്ള സീറ്റിലാണ് കുട്ടികൾ ഇരിക്കുന്നത്. എന്നിട്ട് അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്നു. ഷാൾ ബേജ്നെ വാലി ഏക് യുവതി പാസ് ആയി. ആ സമയത്ത് അവരുടെ അടുത്തേക്ക് പാസ് ആയി, അടുത്തേക്ക് വന്നു. ആര് വന്നു? യുവതി. എന്ത് യുവതിയാണ് വന്നത്? ഷാൾ ബേജിനെ വാലി, ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള ഒരു യുവതി അവരുടെ അടുത്തേക്ക് വന്നു. ബീബി और യുവതി കെ ബീച്ച് തോൽ മോൽ ഹുവ. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത്? ബീബി और യുവതി, ബീബിയും അതായത് ഭാര്യയും യുവതിയും തമ്മിൽ തോൽമോൽ ഹുവ, വിലപേശൽ ഉണ്ടായി. തോൽമോൽ എന്താണ്? വിലപേശൽ. യുവതി എന്തിനാണ് വന്നത്? ഷാൾ വിൽക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ആ ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള യുവതിയും ബീബിയും തമ്മിൽ എന്താണ് സംഭവിച്ചത്? വിലപേശൽ, തോൽമോൽ, വിലപേശൽ ഉണ്ടായി. യുവതി 250 രൂപയാണ് കേട്ടോ യുവതി ആദ്യം ഷാളിന് പറഞ്ഞ വില. എത്രയാണ്? 250 രൂപയാണ് യുവതി ആദ്യം ഷാളിന് പറഞ്ഞ വില. യുവതി 250 രൂപയ്ക്ക് ഷാൾ, യുവതി 250 രൂപയുടെ ഷാൾ 150 രൂപയെ മേ ബേച്ചനെ കോ രാസി ഹോഗി. 150 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. യുവതി എന്താണ് ചെയ്തത്? 250 രൂപയുടെ ഷാള് 150 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി സമ്മതിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ വില എത്രയായിരുന്നു? 250 രൂപ. വിൽപ്പന നടത്തിയത് എത്ര രൂപയ്ക്കാണ്? 150 രൂപയ്ക്ക്. അങ്ങനെ വിൽപ്പന നടത്താനുള്ള കാരണം എന്താണ്? യുവതി, നമ്മുടെ ബീബിയും യുവതിയും തമ്മിൽ വിലപേശൽ നടന്നു അല്ലേ? ആ വിലപേശലിലൂടെ ബീബി വിലപേശി എത്ര രൂപയാക്കി കുറച്ചു? 150 രൂപയാക്കി കുറച്ചു അല്ലേ? അപ്പോൾ ഈ രണ്ട് സംഖ്യയും നല്ല ഓർമ്മയിലിരിക്കണം. 250 രൂപയായിരുന്നു ഷാളിൻ്റെ വില, അത് 150 രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെ. യുവതി കാ ഗല രൂന്ത് ഗയാ और ആങ്കേം ബർ ആയി. യുവതിയുടെ തൊണ്ടയിടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. യുവതി കാ ഗല രൂന്ത് ഗയ, യുവതിയുടെ തൊണ്ടയിടറി. ആങ്കേം ബറായി, കണ്ണുകൾ നിറഞ്ഞു വന്നു.
എന്താണ് കാരണം? യുവതിക്ക് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഷാൾ വിൽപ്പന നടത്താൻ സാധിച്ചത് അല്ലേ? ഇല്ല, അപ്പം 100 രൂപ ആദ്യം ഇതിനു മുമ്പേ 150 ഉറപ്പിക്കുന്നതിന് മുമ്പേ യുവതിയോട് ബീബി 100 രൂപ ഷാളിന് പറയും. ഒരു ഷാളിന് 100 രൂപ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വാങ്ങിക്കോളാന്ന് പറയും. അത് കേട്ടപ്പോഴാണ് യുവതിയുടെ തൊണ്ടയിടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തത്. പിന്നീടാണ് 150 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് യുവതി സമ്മതിക്കുന്നത്. ഓക്കെ. പത്നീനെ 5 ഷാൾ ചുനേ. ഭാര്യ 5 ഷാൾ തിരഞ്ഞെടുത്തു. എത്ര ഷാളാണ് ഭാര്യ തിരഞ്ഞെടുത്തത്? 5 ഷാൾ തിരഞ്ഞെടുത്തു. പതിനെ യുവതിക്കോ 750 രൂപ നൽകി. പതി യുവതിക്ക് 750 രൂപ നൽകി. ഭാര്യ 5 ഷാൾ തിരഞ്ഞെടുത്തു. അപ്പോൾ ഭർത്താവ് അതിന് 5 ഷാളിനും കൂടെ എത്ര രൂപയാണ് നൽകിയത്? 750 രൂപ. അപ്പോൾ 250ൻ്റെ ഷാള് 150ന് വാങ്ങി, 5 എണ്ണം വാങ്ങി 750 രൂപ നൽകി. ഓക്കെ. ഈ സംഖ്യകളൊക്കെ എക്സാമിന് ചോദിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി रास्ते भर बीबी के मन में यही विचार था कि अगर और बहस करती तो कीमत और भी कम हो जाती. 150 രൂപയ്ക്ക് പെട്ടെന്ന് തന്നെ ആര് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു? യുവതി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഭാര്യ 150 രൂപ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബീബി 150 രൂപ എന്ന് ഒരു തവണ പറഞ്ഞപ്പോൾ തന്നെ യുവതി സമ്മതിച്ചു. നിവൃത്തിയില്ലാതെ സമ്മതിച്ചതാണ്. പക്ഷേ ബീബി എന്താണ് കരുതിയത്? ഭാര്യ എന്താണ് കരുതിയത്? കുറച്ചുകൂടെ വില പേശാമായിരുന്നു, കുറച്ചുകൂടെ വില പേശിയിരുന്നെങ്കിൽ ഇനിയും കുറച്ച് കിട്ടുമായിരുന്നു എന്നായിരുന്നു വഴി നീളെ ബീബിയുടെ മനസ്സിലെ ചിന്ത. രാസ്തേ ബർ ബീബി കെ മൻമെ യഹീ വിചാർദാക്കി. വഴി നീളെ, പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ ബീബിയുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് എന്താണ്? അഗർ ആർ ബഹസ് കർത്തിത്തോ, കുറച്ചുകൂടെ തർക്കിച്ചിരുന്നു എങ്കിൽ, ബഹസ് പറഞ്ഞ തർക്കം, കുറച്ചുകൂടെ തർക്കിച്ചിരുന്നു എങ്കിൽ, കീമത്ത് ആർ ബി കം ഹോ ജാത്തി, വില കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടുമായിരുന്നു. पति सोच रहा था कि मेरे पिता भी रेलगाड़ी में सामान बेच जब धक्के हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. ആ സമയത്ത് നമ്മുടെ ഭർത്താവ് ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണ്? എൻ്റെ പിതാവും ഇതുപോലെ റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തിയിട്ട് ദക്കേ ഹാരെ, ക്ഷീണിച്ചവശനായിട്ട്, ഘർ ആത്തേത്തോ, വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ഉൻകി ആങ്കോമേം, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും, ബി കൂടി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും, യഹി വഹീ നമീതി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും അതേപോലത്തെ നനവുണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോ മേന്തി, യാതൊരു നനവാണോ ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ടത്? ഇന്ന് നമ്മൾ ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പതിയുടെ അച്ഛൻ ഇതുപോലെ റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തി ക്ഷീണിച്ച് അവശനായി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഇതുപോലെ നനവ് ഉണ്ടായിരുന്നു എന്നാണ് ലേഖകൻ ആ സമയത്ത് ചിന്തിച്ചത്. എന്നാൽ ലേഖകൻ, അതായത് പതി, ചിന്തിച്ചത്. എങ്കിൽ ആ സമയത്ത് ഭാര്യ ചിന്തിച്ച കാര്യം എന്താണ്? കുറച്ചുകൂടെ വില പേശാമായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ കുറച്ച് കിട്ടുമായിരുന്നു, ഇനിയും തർക്കിച്ചാൽ ഇനിയും വില കുറയുമായിരുന്നു എന്ന ചിന്തയാണ് വഴി നീളെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം എത്രയാണ് നമ്മുടെ ഗിഡ്കി എന്ന ലഘുകഥയിൽ പഠിക്കാനുള്ള പ്രധാന പോയിന്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. होशियारपुर से शादी का बुलावा आया था, ठंड का मौसम था, पति बीवी और बच्चे दिल्ली रेलवे स्टेशन पहुंचा। जनरल कोच में यात्रा शुरू हुई। बच्चे खिड़की से बाहर का नजारा देखते रहे। शाल बेचने वाली एक युवती पास आई। बीबी और युवती के बीच तोल मोल हुआ। युवती 250 रुपये की शाल 150 रुपये में बेचने को राजी हो गई। युवती का गला रूंध गया और आंखें भर आई। पत्नी ने 5 शाल चुने। पति ने युवती को 750 രൂപ നൽകി.
रास्ते भर बीबी के मन में यही विचार था कि अगर कोई बहस करती तो कीमत और भी कम हो जाती। पति सोच रहा था कि मेरे पिता भी रेलगाड़ी में सामान बेच जब धक्के हारे घर आते तो उनकी आंखों में भी बाकी नमी थी जो आज उस युवती की आंखों में थी. ഓക്കെ, അപ്പോൾ ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാവട്ടെ നിങ്ങൾ അഭിപ്രായം എഴുതി അറിയിക്കണം. ഓക്കെ.